ഇന്ന് നമുക്കൊരു ഫിഷ് റെസിപ്പി വീഡിയോ ആണ്. ഒരു അടിപൊളി ഗ്രിൽഡ് ഫിഷ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മീൻ കഴിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണിത്. താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരിൽ നിന്നും ഞാനൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഗ്രില്ല് ചെയ്യുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിള എന്ന മീനാണ്. ഇത് വൃത്തിയാക്കുന്നതിന് മുൻപ് ഓരോന്നും 1/2 കിലോ വീതമുണ്ടായിരുന്നു. ചെതുമ്പലൊക്കെ ചെത്തി ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വൃത്തിയാക്കിയതിന് ശേഷം ഇവയുടെ തൂക്കം 775 ഗ്രാം ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറമെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് വരഞ്ഞെടുക്കുമ്പോൾ അധികം അകത്തിയല്ലാതെ കത്തിയെല്ലിൽ മുട്ടുന്ന രീതിയിൽ വരഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അരപ്പ് നല്ല രീതിയിൽ മീനിലേക്ക് പിടിക്കും. ഈ മീനിന് പകരം ഇതേ വലുപ്പത്തിലുള്ള ആവോലിയോ വറ്റയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ എടുത്താൽ മതി കേട്ടോ. എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് വിളയാണ്. ഇങ്ങനെ തന്നെ 2 മീനും വരഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 10 വലിയ വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 12 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി, ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞു കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇവയെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അരപ്പ് ഇതുപോലെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം. ഇപ്പോൾ അരപ്പിൻ്റെ ഉപ്പും പുളിയും നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാലേ മീനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. ഞാൻ ഉപ്പ് 1/4 ടീസ്പൂണും നാരങ്ങാനീര് 1/2 ടേബിൾ സ്പൂണും എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മുളകും നാരങ്ങാനീരും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരപ്പ് വെച്ച് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് അരപ്പ് മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി തൂത്ത് കൊടുക്കാം. കത്തിക്ക് വരഞ്ഞു കൊടുത്തിരിക്കുന്ന വിടവുകളിലൊക്കെ നന്നായി അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ഞാൻ നമ്മുടെ ഈ ചാനലിൽ പല നല്ല ഫിഷ് റെസിപ്പികളും ചിക്കൻ റെസിപ്പികളും മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ വെജിറ്റേറിയൻ കറികളുടെ റെസിപ്പികളുമുണ്ട്. കുറച്ച് റെസിപ്പികളുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെ ഉള്ളിലും അരപ്പെല്ലാം നന്നായി തൂത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത മീനിലും അരപ്പെല്ലാം തൂത്ത് പിടിപ്പിക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനാദ്യം നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ഫോയിൽ പേപ്പർ വിരിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഗ്രില്ല് ചെയ്യുമ്പോൾ അരപ്പ് താഴേക്ക് വീണ് കരിഞ്ഞു പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫോയിൽ പേപ്പർ വിരിക്കുന്നത്. ഇനി വയറാക്കി വെച്ചിട്ട് മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സമയത്ത് തന്നെ രണ്ടും ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഗ്രില്ലിംഗ് ടൈം. ഞാനിവിടെ OTG ഓവനിലാട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. ഇരുപത് മിനിറ്റ് ഗ്രില്ല് ചെയ്തതിന് ശേഷം മീൻ പുറത്തെടുത്ത് 2 സൈഡിലും എണ്ണ തൂത്ത് കൊടുക്കണം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ തൂത്ത് കൊടുക്കുന്നത്. രണ്ട് മീനിൻ്റെയും ഒരു സൈഡിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവ നമുക്ക് രണ്ടും മറിച്ചിട്ട് കൊടുക്കാം.
2 തവിയൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ. മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ. സോഫ്റ്റ് ഫ്ലഷുള്ള മീനാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ സൈഡിലും എണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ. ഇതാ 2 സൈഡും എണ്ണയൊക്കെ തൂത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവ വീണ്ടും 20 മിനിറ്റ് കൂടി ഗ്രില്ല് ചെയ്യണം. ഓവനിലേക്ക് വീണ്ടും വെക്കാം കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആകെ മൊത്തം 40 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷ് ഇവിടെ നന്നായി ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. നല്ല സ്മൂത്തായിട്ട് ഫ്ലഷിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഇനി ഇവ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്